ബാംഗ്ലൂരിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണീസ് കിട്ടുന്നൊരു സ്പോട്ടാണ് മല്ലിക ബിരിയാണി. എനിക്ക് വിഷ്ണുവേട്ടനും സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ കൂടെ രണ്ടാൾക്കാരുണ്ട്, അവർക്ക് ഇതിനെപ്പറ്റി ഭയങ്കര ഐഡിയ ആണ്. അഖിലേട്ടനും അച്ചും. അവരാണ് ഞങ്ങളെ ഈ മല്ലിക ബിരിയാണിയിലേക്ക് കൊണ്ടുപോയത്. സത്യം പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് 4 മണിക്കൊക്കെ എണീറ്റ് ട്രാവൽ ചെയ്ത് പോയി ബിരിയാണി കഴിക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇവർ ഞങ്ങളെ കൊണ്ടുപോയ പ്ലേസാണിത്. ഇഷ്ടംപോലെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ ആദ്യം ബില്ല് പേ ചെയ്തതിന് ശേഷം ഓരോ കൗണ്ടേഴ്സ് ഉണ്ട്. കൗണ്ടേഴ്സിൽ പോയിട്ടാണ് ബിരിയാണി കളക്ട് ചെയ്യേണ്ടത്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് പറയുന്നത് മട്ടൺ ബിരിയാണിയാണ്. അയ്യോ, ഒരു രക്ഷയില്ല, അടിപൊളി ബിരിയാണി. എനിക്ക് തോന്നുന്നു ഞാൻ ലൈഫിൽ കഴിച്ചേക്കെന്ന് വെച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണിയാണ് ഇവിടുത്തെ ബിരിയാണി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എല്ലാത്തിനും ഓരോരോ കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ബിരിയാണി നമുക്ക് അവിടെ ലിവർ ഫ്രൈ, അതുപോലെ തന്നെ കബാബ്, അങ്ങനെ കുറേ സാധനങ്ങളും കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം ബിൽ പേ ചെയ്യുക, ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും കൗണ്ടറിൽ പോയിട്ട് സാധനങ്ങളെ കളക്ട് ചെയ്യുക. അവിടെ ഒരുപാട് സ്ഥലമുണ്ട് ഇരുന്ന് കഴിക്കാൻ. നമുക്ക് എവിടെ വേണമെങ്കിലും പോയിരുന്ന് സമാധാനമായിട്ട് കഴിക്കാം. നേരത്തെയൊക്കെ അകത്ത് കയറ്റി അവർ ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ സമ്മതിക്കുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഹൈപ്പ് കാരണം ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ വന്നതും പിന്നെ അങ്ങനെ കുറച്ച് അകത്ത് കയറുന്ന ഓരോ പ്രശ്നങ്ങളായതുകൊണ്ട് അവരതിപ്പം സ്റ്റോപ്പ് ചെയ്തു. സോ നമുക്ക് പുറത്തുനിന്ന് മാത്രമേ ഇപ്പം വീഡിയോസൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് എടുത്തൊരു വീഡിയോ ആണിത്. അകത്ത് കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വി ഹാവ് ടു അല്ലേ. നമുക്ക് അവരുടെ ഒരു പ്രൈവസി അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രൈവസി എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ആ ഒരു കുക്കിംഗ് രീതിയൊക്കെ നമ്മളൊന്ന് റെസ്പെക്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറ്റുന്ന ഒരു സ്ഥലത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസിൽ പോയിട്ട് ഞങ്ങൾ ഇരുന്നു. ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി ഒക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. അതിൻ്റെ കൂടെ കബാബ് പിന്നെ ലിവർ ഫ്രൈ ഒക്കെ ഉണ്ട്. മട്ടൺ ബിരിയാണി ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്കറിയില്ല എങ്ങനെ ടേസ്റ്റ് പറഞ്ഞു തരണ്ടേന്ന്. അപ്പം അഖിലേട്ടൻ എങ്ങനെയുണ്ടെന്ന് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. വേറൊന്നും കൂടിയായിരുന്നു ബിരിയാണി കഴിക്കുന്നതുകൊണ്ട് കഴിച്ച് ക്ഷീണിച്ചെങ്കിൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയെ വയർ ഫിൽ ചെയ്ത് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പം ബൈ.